നെക്സ്റ്റ് സെക്ഷൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ 7 സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, കോസീക്ക് ഇൻവേഴ്സ് ഓഫ് കോസീക്ക് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഇതിലെ എക്സ് ബിലോങ് ചെയ്യുന്ന ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയിരുന്നു. അതായത് സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയിരുന്നു ക്ലോസ്ഡ് -π/2 to π/2. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഈ ഇൻ്റർവെലിലത്തെ എലമെൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ കോസ് ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയിരുന്നു ക്ലോസ്ഡ് 0π. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഏത് പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിൽ ആദ്യത്തെ രണ്ടെണ്ണോ അല്ലെങ്കിൽ ഒരെണ്ണെങ്ങാനും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരേ പാറ്റേണിലായിരിക്കും പോവുക. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെയാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് എലമെൻ്റ് ഓഫ് -π/2 to π/2. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഉള്ളിൽ കിടക്കുന്ന എലമെൻറ്റിനെ നമ്മൾ y എന്ന് പറഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ലെറ്റ് സൈൻ എക്സ് ഈക്വൽ ടു y. ഈ എക്സ് എന്ന് പറയുന്നത് ഈ -π/2 to π/2 വരുന്ന എലമെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എക്സിന് ഇപ്പോൾ സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു -π/2 എന്ന് പറഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -1 ആയിരിക്കും. ഇനി എക്സ് ഇസ് ഈക്വൽ ടു π/2 ആണെങ്കിൽ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ π/2 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കിട്ടും. അതായത് നമ്മൾ -π/2 to π/2 എന്ന് പറഞ്ഞ ഇൻ്റർവൽ എടുക്കുമ്പോൾ നമുക്ക് എക്സിൻ്റെ അതായത് സൈൻ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് വരുന്നത് -1 തൊട്ട് 1 വരെയാണ്. അപ്പോൾ y എന്ന് പറയുന്നത് -1 തൊട്ട് 1 വരെ ആയിരിക്കും. സിൻസ് എക്സ് എലമെൻ്റ് ഓഫ് -π/2 to π/2, y എന്ന് പറയുന്നത് -1 തൊട്ട് 1 അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന് ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് y എന്ന് പറഞ്ഞ് എഴുതാലോ. അതായത് സൈൻ ഇൻവേഴ്സ് y എന്ന് പറയുന്നത് സൈൻ എക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറഞ്ഞു കിട്ടും. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്, എക്സ് എലമെൻ്റ് ഓഫ് -π/2 to π/2. ഇങ്ങനെയാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി, അതായത് ഫസ്റ്റത്തെ നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു വൈ എടുത്തതിന് പകരം കോസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എടുത്താൽ മതി. സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ അതിലും ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അടുത്ത് നമ്മൾ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ഒരു 4 പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/3. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി വെച്ച് പറയാൻ പറ്റും സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആയിരുന്നു. എക്സ് എലമെൻ്റ് ഓഫ് -π/2 to π/2. അതായത് എക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/3 ഈക്വൽ ടു π/3 എന്ന് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ π/3 എന്ന് പറയുന്നത് -π/2 to π/2 ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് ഈസ് -π/2 to π/2. സിൻസ് π/3 എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിലുണ്ട്. ഇതെങ്ങനെയാണ് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ π/3 എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, -π/2 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്, -90 to 90 ആണ്. അപ്പോൾ 60 എന്തായാലും ഈ ഇൻ്റർവെല്ലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി അനുസരിച്ച് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/3 ഈക്വൽ ടു π/3 എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2π/3. ഫസ്റ്റ് തന്നെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എഴുതാം. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0π ആയിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് 2π/3 എന്ന് പറയുന്നത് 0πയിൽ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്.
ഈ 2π/3 അതിലുണ്ടോ എന്ന് അറിയാനായിട്ട് 2π/3 എന്ന് പറയുന്നത് എന്താ 2 ഇൻറ്റു π/3 എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, അതായത് 120 എന്ന് പറഞ്ഞു കിട്ടും. നമ്മുടെ ഇൻ്റർവൽ എന്ന് പറയുന്നത് 0 to π എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ എന്തായാലും 120 എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാലോ. സിൻസ് 2π/3 ബിലോങ്സ് ടു ക്ലോസ്ഡ് 0π, cos inverse of cos 2π/3 ഈക്വൽ ടു 2π/3 എന്ന് പറഞ്ഞു കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, സൈൻ ഇൻവേഴ്സ് സൈൻ 3π/5. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണെന്ന് പറഞ്ഞു എഴുതും. സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് -π/2 to π/2 ആയിരുന്നു. ഈസ് -π/2 π/2. പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ 3π/5 എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൽ ഉണ്ടോ നോക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3π/5 എന്ന് പറയുന്നത് 3 ഇൻറ്റു π എന്ന് പറയുന്നത് 180 ആണ്, /5 ആണ്. ഇതെന്ന് പറയുന്നത് 108 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെൽ എന്ന് പറയുന്നത് -90 to 90 ആണ്. 108 എന്ന് പറയുന്നത് നോട്ട് എലമെൻറ്റ് ഓഫ് -90 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, 3π/5 എന്ന് പറയുന്നത് നോട്ട് എലമെൻറ്റ് ഓഫ് -π/2 π/2. നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് -π/2 to π/2 ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മൾ 3π/5 എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൽ ഇല്ല. അപ്പോൾ നമ്മൾ 3π/5നെ മാറ്റിയിട്ട് ഈ ഇൻ്റർവെല്ലിൽ ഉള്ള രീതിക്ക് നമ്മൾ എഴുതും. അപ്പോൾ ഫസ്റ്റ് തന്നെ എഴുതുന്നത് ഈ സൈൻ 3π/5നെ സൈൻ π - π/5 എന്ന് പറഞ്ഞ് എഴുതി. π - 2π/5 വാല്യൂവിൽ വ്യത്യാസം വരാൻ പോകുന്നില്ലല്ലോ, കാരണം 5π - 2π എന്ന് പറഞ്ഞാൽ 3π ആണ്. അപ്പോൾ അതേ -5. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല, സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചപ്പോൾ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, അതായത് സൈൻ π - തീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു സൈൻ തീറ്റ തന്നെയായിരിക്കും. ഈ റിസൾട്ട് നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ π - 2π/5 എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈൻ 2π/5 എന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഈ 2π/5 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻ്റർവെല്ലിൽ ഉണ്ടോ എന്ന് നോക്കണം. 2π/5 എന്ന് പറയുന്നത് 2 ഇൻറ്റു 180/5 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 72 ആണ്. 72 ആ ഇൻ്റർവെല്ലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ 3π/5 എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് സൈൻ 2π/5 ആണെന്ന് പറഞ്ഞു കിട്ടി. Therefore sin inverse of sin 3π/5 equal to sin inverse of sin 2π/5. 2π/5 എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് -π/2 to π/2 ആയ കാരണം കൊണ്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/5 എന്ന് പറയുന്നത് ഈക്വൽ ടു 2π/5 എന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3π/5 ആയിരുന്നു. അപ്പോൾ ആ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് 3π/5 ആണ് ആൻസർ വരണ്ടേ. പക്ഷേ 3π/5 എന്ന് പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനെ ഒന്നും കൂടി ഒന്ന് മാറ്റി എഴുതി. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/5 എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ 2π/5 ആണ് ആൻസർ എന്ന് പറഞ്ഞു കിട്ടി. ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 4π/5. ഇതും തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ.
നമ്മൾ ഫസ്റ്റ് തന്നെ സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞ എഴുതും. -π/2 π/2. ഇനി ഈ 4π/5 ഇതിലുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും. 4π/5 എന്ന് പറയുന്നത് 4 × 180/5 ആയിരുന്നു. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് 144 ആണ്. നമ്മുടെ ഇൻ്റർവെല്ലിൽ പക്ഷേ -90 to 90 ആയിരുന്നു. അപ്പോൾ 144 90നേക്കാളും വലുതായ കാരണം കൊണ്ട് ഈ ഇൻ്റർവെല്ലിൽ ഉണ്ടാവില്ല. അതായത് 4π/5 എന്ന് പറയുന്നത് നോട്ട് എലമെൻറ്റ് ഓഫ് -π/2 π/2 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ഈ 4π/5നെ ഈ ഇൻ്റർവെല്ലിൽ വരുന്ന ഒരു എലമെൻ്റാക്കിയിട്ട് നമ്മൾ മാറ്റും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈൻ 4π/5നെ നമ്മൾ സൈൻ π - π/5 എന്ന് പറഞ്ഞു എഴുതും. അപ്പോൾ π - π/5 എന്ന് പറയുന്നത് 5π - π തന്നെയാണ്. അപ്പോൾ 4π/5 എന്ന് തന്നെ പറഞ്ഞാൽ കിട്ടും. നേരത്തെ യൂസ് ചെയ്ത അതേ റിസൾട്ട് തന്നെ, അതായത് മുന്നേ പഠിച്ച ട്രിഗ്നോമെട്രി റിസൾട്ട് വെച്ചിട്ട് സൈൻ π - θ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് സൈൻ π - π/5നെ സൈൻ π/5 എന്ന് പറഞ്ഞ് എഴുതാം. ഈ π/5 എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൽ ഉണ്ടോ നോക്കണം. π/5 എന്ന് പറയുമ്പോൾ അത് 180/5 ആയിരുന്നു, അതായത് 36 എന്ന് പറയുന്നത് 90നേക്കാളും ചെറുതാണ്. അപ്പോൾ എന്തായാലും ആ ഇൻ്റർവെല്ലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? π/5 എന്ന് പറയുന്നത് ബിലോങ്സ് ടു -π/2 to π/2 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 4π/5 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/5 which is equal to π/5. ഇതാണ് നമ്മുടെ ഫോർത്തിൻ്റെ ആൻസർ. നെക്സ്റ്റ് പ്രോപ്പർട്ടി 2. ഇതും ഫസ്റ്റ് പ്രോപ്പർട്ടിയും ഏതാണ്ട് സെയിം തന്നെയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടിയിലായിരുന്നപ്പോൾ നമ്മൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി ആകുമ്പോൾ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഈക്വൽ ടു എക്സ്, എക്സ് എലമെൻറ്റ് ഓഫ് -1 1, കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, എക്സ് എലമെൻറ്റ് ഓഫ് -1 to 1, അതുപോലെ ബാക്കി 4 കൂടിയും. ഇവിടെ എക്സ് ബിലോങ് ചെയ്യുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ റേഞ്ച് ആയിരുന്നു. നേരത്തെ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ആയിരുന്നപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ റേഞ്ച് ആയിരുന്നു എക്സ് ബിലോങ് ചെയ്യുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടി വരുമ്പോൾ സൈൻ ഓഫ് ആയ കാരണം കൊണ്ട് ഈ സൈനിൻ്റെ റേഞ്ചാണ് എക്സ് ബിലോങ് ചെയ്യുന്ന ഇൻ്റർവെൽ. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. സൈനിലാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ എക്സ് ബിലോങ് ചെയ്യുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് സൈനിൻ്റെ റേഞ്ച് ആയിരിക്കും. ഇനി സൈൻ ഇൻവേഴ്സിലാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ എക്സ് ബിലോങ് ചെയ്യുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് ആയിരിക്കും, അതായത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് റിസൾട്ട് പ്രൂവ് ചെയ്യാം. അതായത് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് പ്രൂവ് ചെയ്യണം. എക്സ് എലമെൻറ്റ് ഓഫ് -1 to 1. ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്ത അതേ പാറ്റേണിലാണ് ഈ സെക്കൻഡ് പ്രോപ്പർട്ടിയും പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഉള്ളിൽ കിടക്കണേന്ന് നമ്മൾ y എന്ന് പറഞ്ഞെടുത്തു. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ലെറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞെടുത്തു. പിന്നെ എക്സ് എന്ന് പറയുന്നത് -1 to 1 കിടക്കുന്നതാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു -1 ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് -1 എന്ന് പറയുന്നത് π/2 ആയിരിക്കും. -π/2. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈൻ ഇപ്പുറം കൊണ്ടുവരാണെങ്കിൽ സൈൻ -π/2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. അതങ്ങനെ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 ആവുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് π/2 ആയിരിക്കും. അപ്പോൾ -1 വരാണെങ്കിൽ -π/2ഉം 1 വരുമ്പോൾ π/2 ആണ്. അങ്ങനെയാണെങ്കിൽ സിൻസ് എക്സ് എലമെൻറ്റ് ഓഫ് -1 to 1 ആണെങ്കിൽ വൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 to π/2 ആയിരിക്കും.
അപ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. വൈ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടി. ദാറ്റ് ഈസ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. എക്സ് എന്ന് പറയുന്നത് -1 1 ഇതേപോലെ തന്നെയാണ് നമ്മൾ സെക്കൻഡ് റിസൾട്ടും പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോസ് ഇൻവേഴ്സ് എക്സിന് വൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. നെക്സ്റ്റ് പ്രോപ്പർട്ടി 4. ഈ പ്രോപ്പർട്ടി പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ 6 ഫംഗ്ഷൻസിനും 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചാൽ മതി. സൈനും ടാനും കൊസീക്കും ഇത് നമ്മൾ നോട്ടായിട്ട് മുന്നേ പഠിച്ചിട്ടുമുണ്ട്. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറയുന്നത് -sin x ആണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറയുന്നത് -tan x. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -x ഇസ് ഈക്വൽ ടു -cosec x. ചേഞ്ച് വരുന്നത് കോസ് ഇൻവേഴ്സിലും കോട്ട് ഇൻവേഴ്സും സീക്കും വരുമ്പോഴാണ്. അപ്പോൾ പൈ മൈനസ് കോസ് ഇൻവേഴ്സും പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് പൈ മൈനസ് സീക്ക് ഇൻവേഴ്സും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോപ്പർട്ടി. ഇനി നമുക്ക് സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും കേസ് പ്രൂവ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് സൈൻ ഇൻവേഴ്സ് -x ഇസ് ഈക്വൽ ടു -sin x എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ ലെറ്റ് ഈ സൈൻ ഇൻവേഴ്സ് -xനെ y എന്ന് പറഞ്ഞു കൊടുത്തു. സൈനിനെ ഇപ്പുറം കൊണ്ടുവരാം. അപ്പോൾ സൈൻ y ഈക്വൽ ടു -x എന്ന് പറഞ്ഞു കിട്ടും. ഈ ഒരു നെഗറ്റീവ് കൊണ്ട് ത്രൂ ഔട്ട് കൊടുക്കുമ്പോൾ -sin y എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കൂടി ഉണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് കൂടി നമ്മൾ കൊടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആവും. -sin y ഇസ് ഈക്വൽ ടു x എന്ന് പറഞ്ഞു കിട്ടി. പിന്നെ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഒരു നോട്ട് പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞായിരുന്നു -sin x എന്ന് പറയുന്നത് sin -x എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുന്ന ഒരു നോട്ട് ഫസ്റ്റ് സെക്ഷനിൽ ഒരു നോട്ടിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതനുസരിച്ച് -sin y മാറ്റിയിട്ട് sin -y എന്ന് പറഞ്ഞ് എഴുതാം. ഇറ്റ്സ് ഈക്വൽ ടു x. ഈ സൈനിനെ ഇപ്പുറം കൊണ്ടുപോവാം. അപ്പോൾ -y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് x എന്ന് പറഞ്ഞു കിട്ടും. വീണ്ടും മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് x എന്ന് പറഞ്ഞു കിട്ടും. y എന്ന് പറയുന്നത് നമ്മുടെ സൈൻ ഇൻവേഴ്സ് -x ആയിരുന്നു. അപ്പോൾ വൈക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സൈൻ ഇൻവേഴ്സ് -x ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് x എന്ന് പറഞ്ഞു കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് നമ്മൾ കോസിൻ്റെ പ്രൂവ് ചെയ്യുന്നത്. അതായത് കോസ് ഇൻവേഴ്സ് -x ഇസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലെറ്റ് കോസ് ഇൻവേഴ്സ് -x ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞു കൊടുത്തു. കോസ് ഇൻവേഴ്സിനെ ഇപ്പുറം കൊണ്ടുവരാം. അപ്പോൾ -x ഇസ് ഈക്വൽ ടു കോസ് y എന്ന് പറഞ്ഞു കിട്ടും. ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ x ഇസ് ഈക്വൽ ടു കോസ് y എന്ന് പറഞ്ഞു കിട്ടും. പിന്നെ സെയിം നോട്ടിൽ തന്നെ നമ്മൾ കോസിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നത് -cos x ഇസ് ഈക്വൽ ടു കോസ് ഓഫ് പൈ -x ആയിരുന്നു. ഈ റിസൾട്ട് നമ്മൾ ആ നോട്ടിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ മാറ്റി എഴുതാം. -cos y എന്ന് പറയുമ്പോൾ കോസ് ഓഫ് പൈ -y എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഈ കോസിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കോസ് ഇൻവേഴ്സ് x ഇസ് ഈക്വൽ ടു പൈ -y എന്ന് പറഞ്ഞു കിട്ടും. ഇനി വൈനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. കോസ് ഇൻവേഴ്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ y ഈക്വൽ ടു പൈ വൈനെ ഇപ്പുറം കൊണ്ടുവന്നു. y ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x എന്ന് പറഞ്ഞു കിട്ടും. y എന്ന് പറയുന്നത് നമ്മുടെ കോസ് ഇൻവേഴ്സ് -x ആയിരുന്നു. അപ്പോൾ കോസ് ഇൻവേഴ്സ് -x ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്ന റിസൾട്ട്. അപ്പോൾ നെക്സ്റ്റ് പ്രോപ്പർട്ടി 4 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ഇസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് x. x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഓർ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. കോസ് ഇൻവേഴ്സ് 1/x ഇസ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് x. x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഓർ x ലെസ് ദാൻ ഈക്വൽ ടു -1. ടാൻ ഇൻവേഴ്സ് 1/x ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് x. x ഗ്രേറ്റർ ദാൻ 0.
ഈ പ്രോപ്പർട്ടി പഠിക്കാനായിട്ട് ഈ RHSൽ കിടക്കുന്നത് LHSൽ കിടക്കുന്നതിൻ്റെ റെസിപ്രോക്കലാണ്. അതായത് സൈൻ ഇൻവേഴ്സിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക് ഇൻവേഴ്സ്. അതുപോലെ കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്, ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ഇത് പഠിച്ചാൽ മതി. ഈ 3 റിസൾട്ട് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് കൊസീക്ക് ഇൻവേഴ്സ് എക്സിനെ y എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ ലെറ്റ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു y. കൊസീക്ക് ഇൻവേഴ്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു കൊസീക്ക് y എന്ന് പറഞ്ഞു കിട്ടും. ഇനി കൊസീക്ക് എന്ന് പറയുന്നത് 1/sin ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1/sin y എന്ന് പറഞ്ഞു കിട്ടും. y നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണേ. കാരണം y ഈക്വൽ ടു 0 വരുമ്പോൾ sin 0 0 ആയിരിക്കും. ഇങ്ങനൊരു ഇത് പറ്റില്ല. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ sin yനെ ഇപ്പുറം കൊണ്ടുവരും, എക്സിനെ താഴോട്ടും കൊണ്ടുവരും. അപ്പോൾ sin y ഈക്വൽ ടു 1/x എന്ന് പറഞ്ഞു കിട്ടും. ഇനി വൈനെ ഇവിടെ നിർത്തിയിട്ട് സൈൻ ഇൻവേഴ്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറഞ്ഞു കിട്ടും. y എന്ന് പറയുന്നത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആയിരുന്നു. അപ്പോൾ വൈയുടെ പ്ലേസിൽ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് കൊടുക്കാം. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. സെയിം പോലെ തന്നെയാണ് ഇനി എന്താ സെക്കൻഡും തേർഡും, അതായത് കോസ് ഇൻവേഴ്സിൻ്റെയും ടാൻ ഇൻവേഴ്സിൻ്റെയും ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് കോസ് ഇൻവേഴ്സ് 1/x ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലെറ്റ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി സീക്കിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് y എന്ന് പറഞ്ഞു കിട്ടും. സീക്ക് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് കോസ് ആണ്. അപ്പോൾ നമ്മൾ സീക്കിന് പകരം 1/cos y എന്ന് പറഞ്ഞു എഴുതി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1/cos y എന്ന് പറഞ്ഞു കിട്ടി. കോസ് വൈനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, എക്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കോസ് y ഈക്വൽ ടു 1/x. ഇതിങ്ങനെ ഇങ്ങനെ വന്നതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1/cos y, ഫസ്റ്റ് ഞാൻ കോസ് വൈനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കോസ് y ഇൻറ്റു എക്സ് ഈക്വൽ ടു 1 പറഞ്ഞു കിട്ടും. ഇനി എക്സ് എനിക്ക് താഴോട്ട് കൊണ്ടുവരണം, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലിക്കേഷൻ ആയ കാരണം കൊണ്ട് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് ഡിവിഷൻ ആവും. അപ്പോൾ കോസ് y ഈക്വൽ ടു 1/x ആയിരിക്കും. അതൊരൊറ്റ സ്റ്റെപ്പിൽ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ കോസ് y ഈക്വൽ ടു 1/x എന്ന് പറഞ്ഞു കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ y ഈക്വൽ ടു കോസ് ഇൻവേഴ്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ കോസ് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞു കിട്ടി. ഇനി y എന്ന് പറയുന്നത് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ yനെ റീപ്ലേസ് ചെയ്തിട്ട് സീക്ക് ഇൻവേഴ്സ് എക്സ് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/x. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് 1/x ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ്. ഇതേപോലെ തന്നെയാണ് ടാനിൻ്റെയും ചെയ്യുന്നത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1/x ഇസ് ഈക്വൽ ടു നമുക്ക് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കോട്ട് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തു പോയാൽ മതി. നെക്സ്റ്റ് പ്രോപ്പർട്ടി 5. ഇത് സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും എക്സും ആഡ് ചെയ്യുമ്പോൾ π/2, അതുപോലെ ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും ആഡ് ചെയ്യുമ്പോൾ π/2, കോസീക്ക് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും ആഡ് ചെയ്യുമ്പോൾ π/2. അതാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 എന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ സൈനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, വിച്ച് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ y എന്ന് പറഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിക്കിൽ പഠിച്ച ഒരു റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് π/2 മൈനസ് തീറ്റ എന്ന് പറയുന്നത്
സൈൻ തീറ്റയാണ്. ഇങ്ങനെ റിസൾട്ട് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ +1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ട് വെച്ച് നമുക്ക് സൈൻ തീറ്റനെ cos π/2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ സൈൻ വൈനെ മാറ്റിയിട്ട് cos π/2 മൈനസ് y എന്ന് പറഞ്ഞ് എഴുതാണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 മൈനസ് y എന്ന് പറഞ്ഞു കിട്ടും. ഇനി വൈനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ y പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 എന്ന് പറഞ്ഞു കിട്ടി. നമ്മൾ y ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ വൈൻ്റെ അവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ എഴുതി പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. ഇവിടെ നമ്മൾ ഈ ഒരു റിസൾട്ട് മാത്രം അപ്ലൈ ചെയ്യേണ്ടത് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് പ്രോപ്പർട്ടി 6. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. കുറേ പ്രോബ്ലംസ് ഇത് നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. മൈനസ് വരുമ്പോൾ ഇതിൻ്റെ നേരെ പ്ലസ് ഉള്ളിടത്ത് മൈനസ് ആക്കിയാൽ മതി. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. ഈ രണ്ട് റിസൾട്ടും പ്രൂവ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സിനെ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ലെറ്റ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു തീറ്റ എന്നും ടാൻ ഇൻവേഴ്സ് വൈനെ ഫൈ എന്നും പറഞ്ഞ് എടുത്തു. നമുക്ക് ഇതിന് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു ടാൻ ഫൈ. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മുന്നേ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ള ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുലയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ടാൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഈ ഫോർമുലയാണ് നമ്മൾ ഇനി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ടാൻ തീറ്റ പ്ലസ് ഫൈ എടുക്കുകയാണ്. ടാൻ തീറ്റ പ്ലസ് ഫൈ എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട് ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ബൈ 1 മൈനസ് ടാൻ തീറ്റ ടാൻ ഫൈ എന്ന് പറഞ്ഞു കിട്ടും. നമ്മൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് എക്സ് ആയിട്ടും ടാൻ ഫൈ എന്ന് പറയുന്നത് വൈ ആയിട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ എക്സും വൈയും ടാൻ തീറ്റയ്ക്കും ടാൻ ഫൈക്കും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് പറഞ്ഞു കിട്ടും. ഇനി ടാൻ തീറ്റ പ്ലസ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് പറഞ്ഞു കിട്ടി. ഇനി ടാനിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് പറഞ്ഞു കിട്ടും. ഈ തീറ്റയ്ക്കും ഫൈക്കും വാല്യൂസ് കൊടുക്കാം. മീൻസ് തീറ്റയും ഫൈയും റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് പറഞ്ഞു കിട്ടും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട്. നമ്മൾ സെക്കൻഡ് റിസൾട്ടും ഇതേപോലെ തന്നെ പ്രൂവ് ചെയ്യുന്നത്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ എന്ന് പറഞ്ഞാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ലെറ്റ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ എന്നും ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ഫൈ എന്നും പറഞ്ഞെടുത്തു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നും
വൈ ഈക്വൽ ടു ടാൻ വൈ എന്ന് പറഞ്ഞ് കിട്ടി. നമ്മൾ നേരത്തെ ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെ ടാൻ എ മൈനസ് ബിയുടെ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടാൻ എ മൈനസ് ബി എന്ന് പറയുന്നത് ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഇതായിരുന്നു നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എയ്ക്കും ബിക്കും പകരം തീറ്റയും ഫൈയും ഇട്ട് കൊടുക്കും. അപ്പോൾ ടാൻ തീറ്റ മൈനസ് ഫൈ എന്ന് പറയുന്നത് ടാൻ തീറ്റ മൈനസ് ടാൻ ഫൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ തീറ്റ ടാൻ ഫൈ. ഇനി ടാൻ തീറ്റയ്ക്കും ടാൻ ഫൈക്കും നമ്മൾ എക്സും വൈയും കൊടുക്കും. അപ്പോൾ എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ കിട്ടും. ഈ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ടാൻ ഇൻവേഴ്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ തീറ്റ മൈനസ് ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടും നമ്മൾ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സും ഫൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് വൈയും ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. നമുക്ക് ഡിനോമിനേറ്റർ ഗ്രേറ്റർ ദാൻ 0 വേണ്ടേ. അതായത് 1 പ്ലസ് എക്സ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0, അതായത് എക്സ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ -1. അതുപോലെ മുന്നത്തേൽ നമുക്ക് 1 മൈനസ് എക്സ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 വേണ്ടേ. ഇംപ്ലൈസ് എക്സ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ 1. ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള കണ്ടീഷൻ ആയിരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പ്രോപ്പർട്ടി 7. ഇത് 2 ടാൻ ഇൻവേഴ്സിൻ്റെ 3 ഫോർമുലാസാണ്. അതായത് ടാൻ ഇൻവേഴ്സിൻ്റെ ടൈമിലും സൈൻ ഇൻവേഴ്സിൻ്റെ ടൈമിലും കോസ് ഇൻവേഴ്സിൻ്റെ ടൈമിലുള്ള 3 ഫോർമുലാസാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി അത് സൈൻ ഇൻവേഴ്സിൽ എഴുതുമ്പോൾ ഈ മൈനസിൻ്റെ അവിടെ പ്ലസ് ഇട്ടാൽ മതി. കോസ് ഇൻവേഴ്സിൽ എഴുതുമ്പോൾ ഇതേ ബൈ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ 7th പ്രോപ്പർട്ടി. പിന്നെ ഈ പ്രോപ്പർട്ടി എങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ RHS എടുക്കുകയാണ്. ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഈ എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അതായത് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ RHS എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയറിനെ എക്സിൻ്റെ അവിടെ ടാൻ തീറ്റ കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ടും. ഇതെന്ന് പറയുന്നത് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ടാൻ 2 തീറ്റയുടെ ഫോർമുലയാണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടാൻ 2 തീറ്റ എന്ന് പറഞ്ഞു കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 2 തീറ്റയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കിട്ടും. അതായത് നമുക്ക് LHS കിട്ടി. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ റിസൾട്ട്. സൈൻ ഇൻവേഴ്സിൻ്റെ നമ്മൾ ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യുന്നത്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ എക്സിന് നമ്മൾ ടാൻ തീറ്റ എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക. വിച്ച് ഇംപ്ലൈസ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കിട്ടും. ഈ RHS ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2 ഇൻറ്റു എക്സിന് പകരം ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ
1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇത് സൈൻ 2 തീറ്റയുടെ ഫോർമുലയാണ്. ഇത് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചേക്കുന്ന ഫോർമുലയാണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് 2 തീറ്റയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 7 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു നോട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് പ്രോബ്ലംസ്. ഒന്നില്ലെങ്കിൽ ഈ എക്സ്പ്രഷൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം, അല്ല ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ അവിടെ ഏതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് അങ്ങനെ പഠിച്ചു പോയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ √(a² - x² എന്ന് പറഞ്ഞ ഫോം ആണെങ്കിൽ നമ്മൾ x is equal to a sin തീറ്റ ഓർ a cos തീറ്റ. അപ്പോൾ ക്വസ്റ്റ്യൻ സൈൻ്റെ ടേംസിലേക്കാണോ കോസിൻ്റെ ടേംസിലാണോ ആക്കേണ്ടത് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ കൊടുക്കുന്ന a sin തീറ്റ അല്ലെങ്കിൽ a cos തീറ്റ എന്ന് പറയുന്നത്. ഇനി √(x² - a²ലാണെങ്കിൽ x is equal to നമ്മൾ a sec തീറ്റ അല്ലെങ്കിൽ a cos sec തീറ്റ എന്ന് പറയുന്നതും. √(a² + x² എന്ന് പറഞ്ഞ ഫോമിലാണെങ്കിൽ a tan തീറ്റ ഓർ a cot തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ 2 എക്സ്പ്രഷൻസും ഉണ്ടെങ്കിൽ, അതായത് √(a - x) √(a + x) ഉണ്ടെങ്കിൽ നമ്മൾ എക്സിന് a cos 2 തീറ്റ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി അതിൻ്റെ സ്ക്വയർ ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ x² is equal to a² cos 2 തീറ്റ. പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങാം.